നമസ്കാരം. കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും സാമൂഹ്യ നിരീക്ഷകനും വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെയായിരുന്നു സുകുമാർ അഴീക്കോട്. സാഗരഗർജനം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അഴീക്കോടിന്റെ പ്രഭാഷണത്തെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ സഞ്ചരിക്കുന്ന മനസാക്ഷി, ക്ഷോഭിക്കുന്ന സുവിശേഷകൻ, പ്രഭാഷണകലയുടെ കുലപതി എന്നെല്ലാം അദ്ദേഹം അറിയപ്പെട്ടു. ഗാന്ധിയൻ, ഗവേഷകൻ, ഉപനിഷത്ത് വ്യാഖ്യാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. തൂലിക പടവാളും നാവ് പടത്തോക്കുമായി ഒരു ഏകാംഗ പോരാളിയായി തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്ന് അനീതിക്കെതിരെ യുദ്ധം നടത്തിയ കർമ്മയോദ്ധാവായിരുന്നു സുകുമാർ അഴീക്കോട്. ഉപനിഷത്തും ഗാന്ധിയും സാഹിത്യവുമാണ് തൻ്റെ ജീവിതത്തെ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന 3 പ്രഭാവങ്ങൾ എന്ന് അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. രാമബാണം പോലെ പലതായി പെരുകി ഏത് ലക്ഷ്യത്തെയും ഭേദിച്ച് കടന്നു പോകുന്ന സുകുമാർ അഴീക്കോടിന്റെ വാക്കുകൾ അമാനുഷികമായ സുകുമാരകല തന്നെയാണ്. വാക്കിന്റെ മർമ്മരവും ഗർജനവും സ്ഫോടനവും മലയാളത്തെ കേൾപ്പിച്ചത് അഴീക്കോട് മാത്രമാണ്. ആദ്യകാലത്തെ നോക്കാം. സെന്റ് ആഗ്നസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്ന പനങ്കാവിൽ വീട്ടിൽ വിദ്വാൻ പി ദാമോദരന്റെയും കോളത്ത് തട്ടാരത്ത് മാധവി അമ്മയുടെയും 6 മക്കളിൽ 4-മനായി 1926 മെയ് 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിൽ കെ.ടി. സുകുമാരൻ എന്ന സുകുമാരൻ അഴീക്കോട് ജനിച്ചു. അച്ഛൻ അധ്യാപകനായിരുന്ന അഴീക്കോട് സൗത്ത് ഹയർ എലമെന്ററി സ്കൂള്, ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1941 ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ 1 വർഷത്തോളം വൈദ്യപഠനം നടത്തി. 1946 മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്ന് വാണിജ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. ഔദ്യോഗിക ജീവിതത്തെ നോക്കാം. 1946 ബികോം ജയിച്ച് ഡൽഹിയിൽ ജോലി തേടിപ്പോയെങ്കിലും വേഗം തന്നെ നാട്ടിൽ തിരിച്ചെത്തി. 1947 കണ്ണൂരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും സാഹിത്യ താല്പര്യം മൂലം അത് വേണ്ടെന്ന് വെച്ചു. കൊച്ചി ദീനബന്ധുവിലെ കുറഞ്ഞ ശമ്പളമുള്ള ജോലിയിൽ ചേരാൻ കൊച്ചിക്ക് വണ്ടി കയറി. 6 മാസത്തിനു ശേഷം കണ്ണൂർ ദേശമിത്രത്തിൽ പത്രാധിപരായി തിരിച്ചെത്തി. ദേശമിത്രത്തിലാണ് തൻ്റെ ആദ്യത്തെ കോളമെഴുത്ത് ആരംഭിക്കുന്നത്. ലോകാലോകനം എന്നായിരുന്നു അതിൻ്റെ പേര്. താൻ അറിയാതെ ഉടമ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ആ പത്രം വിട്ടു. പിന്നെ കണ്ണൂരിൽ നിന്നിറങ്ങുന്ന നവയുഗത്തിലിരിക്കെ മറ്റു പ്രസിദ്ധീകരണങ്ങളിലും സാഹിത്യ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ അഴീക്കോട് 1948 കണ്ണൂരിലെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മലയാളത്തിലും സംസ്കൃതത്തിലും സ്വകാര്യ പഠനത്തിലൂടെ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. 1952 കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Ed ബിരുദമെടുത്തു. 1981 കേരള സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രാഭവം എന്ന വിഷയത്തിൽ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അഴീക്കോട് സെന്റ് ജോസഫ്സ് ദേവഗിരി കോളേജിൽ മലയാളം ലെക്ചറായിരുന്നു. ഇതിനു പുറമെ മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിലും അധ്യാപകനായിരുന്നു. പിന്നീട് മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായി. കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചപ്പോൾ മലയാള വിഭാഗം മേധാവിയും പ്രൊഫസറുമായി നിയമിതനായി. 1974 തുടങ്ങി 78 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ കാലിക്കട്ട് സർവകലാശാല വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1986 അധ്യാപന രംഗത്തു നിന്നും വിരമിച്ചു. ചുമതലകളെ നോക്കാം. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമിരിറ്റസ് പ്രൊഫസർ, UGCയുടെ ഭാരതീയ ഭാഷാ പഠനത്തിന്റെ പാനലംഗം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളിൽ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും ചുമതല വഹിച്ചിട്ടുണ്ട്. 1962 കോൺഗ്രസ് പ്രതിനിധിയായി തലശ്ശേരിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന SK പൊറ്റക്കാടിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഗാന്ധി ദർശനം നോക്കാം. 20ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടതാണ് തനിക്കൊരു പുതുപ്പിറവി തന്നതെന്ന് സുകുമാർ അഴീക്കോട് തന്റെ ആത്മകഥയിൽ ഓർമ്മിക്കുന്നുണ്ട്. ജോലി അന്വേഷിച്ച് ഡൽഹിയിൽ പോയ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വന്നപ്പോൾ മടങ്ങുന്ന വഴി ഗാന്ധിയെ സേവാഗ്രാമിൽ ചെന്ന് കാണുകയാണ് ഉണ്ടായത്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ അഴീക്കോടിൽ നിന്നും പ്രചോദനമായിരുന്നു.
അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ നോക്കാം. പ്രഭാഷണ കലയിലെ ഇതിഹാസമാണ് അഴീക്കോട്. അഴീക്കോട്ടെ ആത്മവിദ്യാസംഘത്തിന്റെ സ്വാധീനത കുട്ടിക്കാലത്ത് തന്നെ അഴീക്കോടിനെ ദൈഷ്ണിക സംവാദങ്ങളിൽ തൽപരനായി. അതിന്റെ ഭാഗമായി ആരംഭിച്ച പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം യുവാവായപ്പോഴേക്കും ഉത്തര കേരളത്തിലുടനീളം പ്രശസ്തി ആർജിച്ച പ്രഭാഷകനായി കഴിഞ്ഞിരുന്നു. സാഹിത്യം, തത്വചിന്ത, സാമൂഹ്യ വിമർശനം, ദേശീയത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള നൈപുണ്യവും ഭാഷയുടെ ചടുലതയും അഴീക്കോടിന്റെ പ്രഭാഷണങ്ങളെ ശ്രദ്ധേയമാക്കി മാറ്റി. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ പതിയെ ശാന്തമായി തുടങ്ങി പിന്നീട് ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിർത്തുന്ന അഴീക്കോടിന്റെ പ്രസംഗ ശൈലി വളരെ പ്രശസ്തമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പ്രഭാഷണം തന്നെയായി അഴീക്കോടിന്റെ മുഖ്യ ആവിഷ്കാര മാർഗം. സാഹിത്യത്തെക്കാൾ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം നിശിതമായ വിമർശനങ്ങൾ കൊണ്ട് ആകർഷകമാക്കുവാൻ ശ്രമിച്ചു. അതിനാൽ പലപ്പോഴും മുൻ നിലപാടുകളിൽ നിന്ന് അവസരവാദപരമായി കൂറുമാറ്റം നടത്തുന്നയാൾ എന്ന നിലയിൽ അദ്ദേഹം കണക്കാക്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഗാന്ധിയനായ താൻ കോൺഗ്രസ്സുകാരനായി മരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും തനിക്ക് മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയെന്നും അദ്ദേഹം പ്രസംഗിച്ചത് ഇതിനുദാഹരണമാണ്. ആരോടും വിധേയത്വം പുലർത്താതിരിക്കുകയും ധീരതയോടെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നതിനാൽ കേരളത്തിലെ സഞ്ചരിക്കുന്ന മനസാക്ഷി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എതിരാളികൾ അവസരവാദത്തിന്റെ അപ്പസ്തോലനായും വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രസംഗകലയിലൂടെ സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ 2010 മെയ് 29 ആരംഭിച്ചു. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ പ്രസംഗ പരിശീലന കളരിയായ ടോപ്പ് അക്കാഡമി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ നോക്കാം. സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനമായ നവഭാരത വേദിയുടെ സ്ഥാപകനും അധ്യക്ഷനുമായിരുന്നു. ദിനബന്ധു, മലയാള ഹരിജൻ, ദേശമിത്രം, നവയുഗം, ദിനപ്രഭ തുടങ്ങിയ പല പത്രങ്ങളിലും അഴീക്കോട് ജോലി ചെയ്തിട്ടുണ്ട്. 1993 മുതൽ 96 വരെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. വർത്തമാനം എന്ന ദിനപത്രത്തിന്റെ പത്രാധിപരായിരുന്നു. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷനുമായിരുന്നു. പത്രങ്ങളിലെ കാര്യങ്ങൾ നോക്കാം. 18-ാം വയസ്സിലാണ് അഴീക്കോടിന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്. 1956 മുതൽ 1963 വരെ മാതൃഭൂമി വരാന്ത പതിപ്പിൽ സാഹിതി സബര്യ എന്ന പേരിൽ കോളം എഴുതുകയുണ്ടായി. കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ദിനപ്രഭയിൽ പത്രാധിപരായി. അവിടെ തീർത്തും പത്രാധിപ സ്വാതന്ത്ര്യപരമായ പ്രശ്നത്തിൽ ഉടമയുമായി ഉടക്കി പുറത്തിറങ്ങി. 1963 ജാഗ്രത എന്ന ജനാധിപത്യവേദി പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായി. ആദ്യം തുടങ്ങിയ ലോകാലോകനം, സാഹിതി സബര്യ കോളങ്ങള് മുടങ്ങിയെങ്കിലും വൈകാതെ പത്രപംക്തികളിൽ പലതും ജനിച്ചു. മലയാള മനോരമയില് ഗതിവിശേഷം, ഇന്ത്യ ടുഡേയില് നേർക്കാഴ്ച, ഇന്ത്യൻ എക്സ്പ്രസ്സില് ഇൻ പാസിംഗ്, ദേശാഭിമാനിയില് മറയില്ലാതെ, ജനയുഗത്തില് ദർശനം, തന്മയില് അഴീക്കോടിന്റെ പേജ് തുടങ്ങിയ പംക്തികൾ അദ്ദേഹം എഴുതിയിരുന്നു. പത്രങ്ങളെ നിരന്തരം വിമർശിക്കാറുണ്ടെങ്കിലും അദ്ദേഹം പത്രങ്ങളിൽ നിന്ന് അകന്നില്ല. 2003 കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയ വർത്തമാനം പത്രത്തിൽ പത്രാധിപരായി. അവിടെ പ്രവർത്തിച്ച 5 വർഷവും അദ്ദേഹം പത്രത്തിൽ ആഴ്ചതോറും പംക്തി എഴുതിയിരുന്നു. പ്രധാന പ്രശ്നങ്ങളിൽ പേര് വെച്ച് തന്നെയുള്ള ശക്തമായ മുഖപ്രസംഗങ്ങളും അദ്ദേഹം എഴുതിയിരുന്നു. ചില സംഭവങ്ങളെ നോക്കാം. ഒരിക്കൽ അഴീക്കോടിന്റെ വീട്ടിലെ ടേപ്പ് റെക്കോർഡർ ഒരു കളവ് പോയി. നാട്ടുനടപ്പനുസരിച്ച് പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ അവർക്കൊരു വിവരം ലഭിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഇടതടവില്ലാതെ അഴീക്കോടിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. അഴീക്കോടിന്റെ വേലക്കാരന്റെ വീടായിരുന്നു അത്. ജോലി നിർത്തിപ്പോയപ്പോൾ കൂട്ടിന് ടേപ്പ് റെക്കോർഡ് കൂടി അദ്ദേഹം എടുത്തുകൊണ്ട് പോയിരുന്നു. കക്ഷിക്ക് അഴീക്കോടിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കാസറ്റുകളല്ലാതെ വേറൊന്നും വാങ്ങാൻ കിട്ടിയില്ല. അതുകൊണ്ട് അത് ഉച്ചത്തിൽ വെച്ചതാണ് അയൽക്കാർക്ക് സംശയമുണ്ടാകാനും പോലീസ് വിവരമറിയാനും കാരണമായി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയാനും ഏത് വിഷയത്തിലും കൃത്യമായി പ്രതികരിക്കാനും കഴിവും തൻ്റെടവും സുകുമാർ അഴീക്കോടിനെ പോലെ ഒരു സാംസ്കാരിക നായകനിലും കണ്ടിട്ടില്ല. ഒന്നാം ലോക മലയാള സമ്മേളനത്തിൽ അന്നത്തെ ഭരണാധികാരികളെ അതിനിശിതമായി വിമർശിച്ച അദ്ദേഹത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിരുന്ന കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനമാണ് നഷ്ടമായത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മരിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിയായി ഭരിച്ച വകുപ്പുകൾക്ക് മാത്രം അവധി കൊടുത്തതിനാൽ അതിൽ പ്രതിഷേധിച്ച് അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഭരണക്കാരെ കണക്കറ്റ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു. ദേവേന്ദ്ര പദത്തിലെത്തിയപ്പോൾ സപ്തർഷികളെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ച് ശാപം കിട്ടി പെരുമ്പാമ്പായി ഭൂമിയിൽ പതിച്ച നഹുഷന്റെ ഗതി വരുമെന്ന്
മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് സുകുമാർ അഴീക്കോട് പറയുകയുണ്ടായി. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിയർ ആരാധനയ്ക്ക് വേണ്ടി രാമൻ ജനിച്ചിടത്ത് ഒരു ദേവാലയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോകാഭിരാമനായ ശ്രീരാമന് ഇതിൽ കവിഞ്ഞ് ആദരത്തിനും പൂജനത്തിനും എന്താണ് വേണ്ടത്? ഞാനിത് മേന്മയാണെന്നാണ് ധരിച്ചത്. പക്ഷെ നമ്മളോടിപ്പോൾ പുതിയ നേതാക്കൾ പറയുന്നു ഇത് ഇന്ത്യയുടെ ദൗർബല്യമാണ്, കൊള്ളരുതായ്മയാണ്, ഈ തെറ്റ് ഉടനെ തിരുത്തണമെന്ന്. ആ പള്ളി പൊളിച്ചാൽ പള്ളിയല്ല പൊളിയുക, ഇന്ത്യയാണ്, ഇന്ത്യയുടെ സംസ്കാരമാണ്. അവിടെ രാമന്റെ ചോര കാണും. രാവണന് കഴിയാതെ പോയ രാമവധം അന്ന് അവർക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദു വർഗീയവാദികൾ വധഭീഷണി വരെ സുകുമാർ അഴീക്കോടിനെതിരെ മുഴക്കുകയുണ്ടായി. ഇനി ഹിന്ദുത്വത്തെ ആക്ഷേപിച്ച് ഉരിയാടിയാൽ നിന്റെ തല കാണില്ല എന്നായിരുന്നു ഒരു കത്തിന്റെ ഉള്ളടക്കം. ഇത്തരം നിരവധി കത്തുകൾ അക്കാലത്ത് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. ശബ്ദമില്ലാത്തവന് വേണ്ടി ഞാൻ ഗർജിക്കാം, എൻ്റെ തൊണ്ടയിലെ മാംസപേശികളുടെ അവസാന ചലനവും നിൽക്കുന്നതുവരെ എന്നാണ് അഴീക്കോട് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ നോക്കാം. 35-ലേറെ ഏകദേശം 40ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ പറയാം. ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, പുരോഗമന സാഹിത്യവും മറ്റും, മഹാത്മാവിന്റെ മാർഗം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, മഹാകവി ഉള്ളൂർ, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ വിമർശനം, ചരിത്രം സമന്വയമോ സംഘട്ടനമോ, തത്വമസി, മലയാള സാഹിത്യ പഠനങ്ങൾ, വിശ്വസാഹിത്യ പഠനങ്ങൾ, തത്വവും മനുഷ്യനും, ഖണ്ഡനവും മണ്ഡനവും, എന്തിന് ഭാരതാംബെ, അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ, ഗുരുവിന്റെ മുഖം, അഴീക്കോടിന്റെ ഫലിതങ്ങൾ, അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ, ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ, പാതകൾ കാഴ്ചകൾ, നവയാത്രകൾ, ഭാരതീയത, പുതുപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, ദർശനം, സമൂഹം, വ്യക്തി, പ്രിയപ്പെട്ട അഴീക്കോടിന്, ഇന്ത്യയുടെ വിപരീത മുഖങ്ങൾ, എന്തൊരു നാട്, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, നട്ടെല്ലെന്ന ഗുണം, അഴീക്കോടിന്റെ ആത്മകഥ, വിവർത്തനങ്ങൾ, ഒരു കൂട്ടം പഴയ കത്തുകൾ, ഹക്കിൽബെറി ഫിന്നിന്റെ വിക്രമങ്ങൾ, ജയദേവൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അദ്ദേഹത്തിന്റെ ബഹുമതികളെ നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ്, രാജാജി അവാർഡ് തുടങ്ങി 15ഓളം അവാർഡുകൾ അഴീക്കോടിന് ലഭിച്ചിട്ടുണ്ട്. 2007 ജനുവരിയിൽ അദ്ദേഹത്തെ പത്മശ്രീക്കായി തിരഞ്ഞെടുത്തുവെങ്കിലും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് പുരസ്കാരം സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അത് നിരസിക്കുകയുണ്ടായി. MP നാരായണപിള്ളയ്ക്ക് നൽകിയ പുരസ്കാരം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് 1992 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും പതക്കവും മറ്റും തിരിച്ചു നൽകി അഴീക്കോട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, രാജാജി അവാർഡ്, സുവർണ കൈരളി അവാർഡ്, പുത്തേഴൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, CN അഹമ്മദ് മൗലവി MSMS അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്ത്യകാലത്തെ നോക്കാം. അദ്ദേഹത്തെ അർബുദം ബാധിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ഹോമിയോ ചികിത്സയിലായിരുന്നു. 2011 ഡിസംബർ 7 തൃശ്ശൂരിലെ അമല ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലായിരുന്ന അദ്ദേഹം 2012 ജനുവരി 24 രാവിലെ 6:30 അന്തരിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിവാഹിതനായിരുന്നു. മൃതദേഹം പിറ്റേ ദിവസം ജന്മനാടായ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറം ശ്മശാനത്തില് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AK ഗോപാലൻ, EK നയനാർ എന്നിവരുടെ അന്തിമ വിശ്രമ സ്ഥാനത്തിനടുത്ത് സംസ്കരിച്ചു. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. മരണാനന്തര കാര്യങ്ങളെ നോക്കാം. കണ്ണൂരിൽ നിന്ന് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലേക്ക് ജീവിതം പറിച്ചു നട്ട അദ്ദേഹം ഏറെക്കാരെല്ലാം വിയൂരിലായിരുന്നു താമസിച്ചിരുന്നത്. അവസാന കാലത്ത് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ നിർമ്മിച്ചതാണ് തൃശ്ശൂർ ഇരവിമംഗലത്ത് മണലിപ്പുഴയോരത്ത് വലിയ ഇരുനില വീട്. ആ വീട്ടിൽ നിറയെ പുസ്തകങ്ങളുണ്ട്. സന്ദർശകരെ കൊണ്ട് എന്നും നിറഞ്ഞിരുന്ന ഈ വീട് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ആരും എത്താതെയായി. ഏറെ വൈകാതെ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത വീട് കേരള സാഹിത്യ അക്കാദമിക്ക് കൈമാറി. സുകുമാർ അഴീക്കോടിന്റെ അന്ത്യകർമ്മങ്ങൾ കണ്ണൂർ പയ്യാമ്പലത്തിലായിരുന്നു എങ്കിലും ചിതാഭസ്മം തൃശ്ശൂർ എരവിമംഗലത്തെ അഴീക്കോട് സ്മാരക മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ അഴീക്കോട് ആരെയും ചുമതലപ്പെടുത്താതിരുന്നതിനാൽ വളരെ കാലം ആ വീട്ടിൽ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്നു. ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.